ഹലോ ഗായ്സ്. കുനിഞ്ഞൊക്കെ നിക്കണല്ലേ ഞാൻ. ഇപ്പൊ വേണ്ട, ഫേസ് ക്യാം ഓഫ് നീ എടുത്തിട്ട് ഇരിയെന്ന കാണട്ടെ. ആരോരും കാണാതെ ഞാൻ എന്റെ മടിയിരിക്കും. നീ അവന്റെ മടിയിലിരി. ഞങ്ങൾ കുറച്ചു നേരം നിങ്ങൾക്ക് സുന്ദരനായില്ലേ. പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അതെ, അപ്പൊ TVA പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി സക്കീർ, TVA ബോബോയ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. അവര് Q&A ആണ് ഇവിടെ. അതെ Q&A. മടിയിരുന്നങ്ങ് പരിചയായി പോയി. ക്യാം ഫുള്ളാക്കുന്നോ? ക്യാം ഫുള്ളാക്കണ്ട. കുറച്ച് നിങ്ങൾ കുറച്ച് കമന്റ് കണ്ടോ? എന്തോടാ? അല്ല, അത് ഫോൺ വെക്കുന്ന ഹോൾഡർ സ്റ്റിയറിംഗ്. ഒന്നും ചോദിക്കുന്നില്ലല്ലോ. എന്തിനാ വന്നത്? സക്കീറിനോട് ചോദിക്കേട്ടോ, എന്നോട് ചോദിക്കില്ലേ? സക്കീർ ഫയൽ എന്നോ? അത് കോസ്റ്റ്യൂം കോസ്റ്റ്. അത് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിന്റെ വില, ബോബോയുടെ ഔട്ട്ഫിറ്റിന്റെ വില പറ. ഇത് 1200 പാന്റ്. 1200 രൂപ. ഇത് 300. 1500. മാല 40 രൂപ. സിൽവറാണെന്ന് പറഞ്ഞേ. പള്ളിപ്പെരുന്നാളിന് മേടിച്ചു. പക്ഷെ അത് ഇങ്ങനെ പുറത്തിടണം, എന്നാലും ആ ഒരു എസ്തെറ്റിക് ഫീല് വരുന്നുള്ളൂ. സക്കീറിന്റെ ക്വസ്റ്റ്യൻ. ഇത് അച്ഛന്റെ ഷർട്ട്, ചേട്ടന്റെ പാന്റ്, ചേട്ടന്റെ വാച്ച്, ബാക്കി ചരടന്റെ. സ്വന്തമായിട്ട് ഒരു അണ്ടിയല്ല. എന്റെ പറയാം. പാന്റ് 500. ഇത് 500 പാന്റ്. അതുണ്ട്. പാന്റ് 500. ഇത് 850 രൂപ എടുത്താണത്. അപ്പൊ 850 ഒറിജിനൽ അല്ല, നോക്കിയാ മതി. മേളില് ശാന്തപ്പൻ ടെക്സ്റ്റൈൽസ് കണ്ട. ഇത് ബാംഗ്ലൂർ മേടിച്ചതാണ്. ഷെഡിയുടെ കോസ്റ്റ് എത്രയാണ്? അതെന്റെ വാൻ യൂസിന് ഇന്ന് വില കൂടിയതാ ഇട്ടേക്കണേ. ഇന്ന് വില കൂടിയതാണ് ഇട്ടേക്കണേ. ഇന്ന് വാൻ യൂസ്. ഇന്ന് 650 രൂപ 700 രൂപ തോന്നുന്നു. ഷെഡിയുടെ മാച്ചോ. ബോബോയ് ഫുൾ ഇനാക്റ്റീവ്. വൈ? അത് ഒരു വാലിഡ് റീസൺ ഇന്ന് ഇവിടെ പറയണം. എന്തുകൊണ്ടാണ്? ഇനി അടുത്ത മാസം തൊട്ടാണ് ഞാനൊരു കംബാക്ക്. അടുത്ത മാസം തൊട്ട് ശരിയാവായിരിക്കും അല്ലേ? ഈ VC കൂടെ പറയുമ്പോ ഇങ്ങനെ തുപ്പി തരുമെന്നൊക്കെ പറയത്തോളൂ. ഞാൻ ലൈവ് തുപ്പും മുഖത്ത്. ഒരു സംശയം വേണ്ട. ആക്റ്റീവ് ആവണമെന്ന് വിചാരിച്ച് ഞാൻ സിറ്റി കയറും. 2 ദിവസം സിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. 2 ദിവസം സിറ്റി കയറും. അടുത്ത ദിവസം ബാൻ കിട്ടും 10 ദിവസം. പിന്നെ 10 ദിവസം എങ്ങനെയാണ് ബാൻ കിട്ടുന്നത്? അത് സിറ്റിയുടെ കുഴപ്പമാണോ? പറഞ്ഞു നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും പറയാം. സിറ്റിയുടെ കുഴപ്പമാണോ? അതെ, സിറ്റിയുടെ കുഴപ്പമാണ്. അല്ലാതെ നിങ്ങളുടെ കുഴപ്പമില്ല. നമ്മള് നല്ലതിന് ചെയ്താലും കൊള്ളൂലാത്ത ചെയ്താലും ലാസ്റ്റ് ബാൻ കിട്ടിയത് എന്തിനാണ്? ലാസ്റ്റ് വട്ടം ടെക്സാസ് സിറ്റിയുടെ കുഴപ്പമാണ് ഇത്. ഈ സിറ്റി കളിക്കാൻ പറ്റത്തില്ല. ഈ സിറ്റിയിൽ കളിക്കാൻ താല്പര്യം. മര്യാദക്കാണ് അവൻ എന്നെ തിരിച്ചു വിളിച്ച്, ഞാൻ അവനെ വിളിച്ച്. അപ്പൊ 2 പേർക്ക് സംസാരിച്ച് സോൾവ് ചെയ്താ പോലെ. എന്തിനീ ബാനൊക്കെ? നല്ലൊരു വല്ലാത്ത ഇത്. എന്റെ അമ്മ. നോ ഗ്രൈൻഡിങ് ഓൾസോ. ഗ്രൈൻഡിങ് ഇല്ല. ഏത് ഗ്യാങ് ഫണ്ടാണ് ഞാൻ തരാത്തെ? എടുത്ത് പറ. ഏത് ഗ്യാങ് ഫണ്ടാണ് തരാത്തത്? എടാ, ഞാനേ ഇന്ന് കണ്ണാപ്പി വന്നപ്പോ ഞങ്ങളൊരു പ്ലാൻ ചെയ്ത്, ഞാനും കണ്ണാപ്പിയോടെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ പോകണം. അത് നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത്. ഞാൻ നിങ്ങളാരും ഇല്ല അതിനകത്ത്. ഞാനും കണ്ണാപ്പിയും മാത്രം. കണ്ണാപ്പിയും മാത്രമാണ് പോഡ്കാസ്റ്റില്. ഇല്ല, താമസമൊന്നുമില്ല. ഒരു പ്രതീക്ഷ പോലും ഇല്ല അവർക്ക്. ഗ്യാങ് ഫണ്ട് അല്ല, ഗൺ പവർ ഗ്രൈൻഡിങ് ആണ്. ഗൺ പവർ ഫൈനലില് മറ്റേ സരക്കണ്ണം നടത്തിയ ഫൈനലില് ഞാൻ അടിച്ച പിക്ക് ഇങ്ങനെ ബാക്ക് ചെയ്യുന്നേ. അല്ല, ഞാൻ സത്യങ്ങളാ വിളിച്ചു പറയുന്നത്. ഞാൻ അല്ല, വണ്ടി ഇപ്പൊ ചാറ്റിൽ വരും. നീയാണ് മെയിൻ ഇനാക്റ്റീവ് ആണ് ഇപ്പൊ വരും ചാറ്റില്. നോക്കിക്കോ. ഞാൻ പറയണേ അണ്ണൻ പറയണ എന്താണ് ഞാൻ ചെയ്യാം. അങ്ങനെയാണോ? ഗൈസ്, നിങ്ങളുടെ സക്കീറിനെ പറ്റിയുള്ള അഭിപ്രായം. അണ്ണൻ പറയുന്നത് എന്ത് വേണേലും ചെയ്യുമെന്നാ പറഞ്ഞ. ഗൈസ്, ഒരു ദിവസം സക്കീറാണ് മെയിൻ ഇനാക്റ്റീവ്. എന്റെ പെർസ്പെക്റ്റീവിൽ
സക്കീർ പൊളിയാണ്. സക്കീറിന്റെ അടി. സക്കീർ ഓൾസോ നോ ലൈവ്, ഇനാക്റ്റീവ്, നോ ഗൺ പവർ. എക്സാം ഇന്നലെ കഴിഞ്ഞോളൂ. ഇനാക്റ്റീവ് എക്സാം ഇന്നലെ കഴിഞ്ഞോളൂ. എക്സാമിന്റെ ഇനാക്റ്റീവ് അല്ല, അതിന് മുന്നേ നല്ല പ്ലെയർ ആണ്, ബട്ട് അടിപൊളി. ടർക്കി ചെയ്യണം സക്കീർ ഇനാക്റ്റീവ് ആണ് ഇപ്പോൾ. എടാ അത് കൊറേ ദിവസമായിട്ട് എങ്ങും പുറത്തൊന്നും പോയില്ല. അപ്പൊ നാളെ ഞങ്ങള് റൂം എടുക്കാൻ പോവാ. നാളെ സത്യം പറഞ്ഞ ഇവന്മാരെ കൊണ്ടുപോകാതെ പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ എന്റെ 2 വണ്ടിയും വിടില്ല. 2 വണ്ടിയും മറ്റേ മോഡിഫിക്കേഷൻ പരിപാടികളൊക്കെ ആയിട്ട് ഇതിനകത്താ. അപ്പൊ ഇവന്മാരെ കൊണ്ടുപോകാൻ പ്ലാൻ ആയിരുന്നു. പക്ഷെ വണ്ടി ഇല്ലാതായപ്പോ ലാസ്റ്റ് ഇവന്മാരെ വണ്ടി എടുക്കേണ്ട വന്നു. അതാണ് പ്രശ്നം. സക്കീർ TDM നൈസ് ആയിരുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അതെ, സത്യമാടാ. എടാ നമ്മുടെ RPയുടെ ഒരു ഇത് ഫേസ് അങ്ങ് ചേഞ്ച് ആയല്ലേ. നമ്മൾ പണ്ട് പറയില്ലേ കോമ്പറ്റീറ്റീവ് ഫേസിലേക്ക് പോവാന്ന് പറയാം. നമ്മൾ അന്ന് പറയുമായിരുന്നു, അത് എത്തിയല്ലേ. ഇപ്പൊ സത്യം പറഞ്ഞാൽ അവിടെ എത്തി നമ്മളല്ലേ. അന്ന് മിസ് ചെയ്യുന്നതാണെന്നറിയാം, ഒരു ഹോസ്റ്റേജ്. ഇല്ല, നമ്മൾ ആ സമയത്ത് പറയില്ലായിരുന്നു ഇത് ഇനി കോമ്പറ്റീറ്റീവിലേക്ക്. സത്യം പറഞ്ഞാൽ അവിടുന്ന് ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെ ദൂരം ഉണ്ടാവുമെന്നാ. അതായത് ഇപ്പൊ ഉള്ള ഈ ടൈമിലേക്ക് കുറച്ചും കൂടെ ദൂരം ഉണ്ടാവുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ നമ്മൾ ഭയങ്കര വേഗം എത്തി. നമ്മൾ അന്ന് ശരിക്കും പറഞ്ഞാൽ RP കളിക്കുന്ന പറഞ്ഞാൽ ഡാർക്ക് മെയർ ആയിരുന്നു അത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലെത്തി നമ്മൾ പെട്ടെന്ന് എത്തി അവിടെ. അതാണ് ആലോചിക്കുമ്പോഴേ. പണ്ടൊക്കെയെന്ന് പറഞ്ഞാണ്ടല്ലോ മനസ്സിൽ ഗ്രഡ്ജ് ഉള്ളവനാണെങ്കിലും ഒന്ന് സംസാരിക്കാൻ വന്ന് സംസാരിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. പാണ്ടിക്കാരി മലയാടി എന്ന് പറഞ്ഞ തന്നെ. എന്നിട്ട് അവൻ ബാൻ മേടിച്ച് പുറത്തു പോയിരിക്കും. അതെ, അവർക്ക് ആ ഒരു സന്തോഷം. അങ്ങനെ ഈ സെർവർ മാറ്റിയ സെറ്റാണ്. അല്ല ബ്രോ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. അല്ലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് വെറുതെ TVയും ബെല്ലാരിയും മാത്രം വെച്ച് RP നിങ്ങൾ എത്ര നാൾ കാണും? അത് ഭയങ്കര ശോകമാണ്. അതായത് TVയും ബെല്ലാരിയും മാത്രമായിട്ട് ഒരു സിറ്റിയിൽ വിളിച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങോട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ദിവസം കാണുമായിരിക്കും. 3ൻ്റെ എന്ത് ചെയ്യും? ഈ വേറെ ഒരു സിറ്റിയിൽ ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സിറ്റി ഇവിടെ ഇല്ല സത്യം പറഞ്ഞാൽ. അല്ല, ഞാൻ പറയണത് അതല്ല. സ്വർഗരാജ് ഇപ്പൊ തുടങ്ങിയതല്ല ഉള്ളൂടാ. നമ്മള് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാള് ഇവിടെ കളിക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ അന്നെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു സെർവർ ഊമ്പിച്ച് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വേറൊരു പോകാനൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരം നമ്മൾ അന്ന് ചൂസ് ചെയ്തതാണിത്. ഇവിടെ ഇത്രയും നമ്മൾ പക്ഷേ എന്നിട്ട് ഇവിടെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇത്രയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടേ ഭയങ്കര അതായത് പെട്ടെന്ന് ഒരു ദിവസം ഇട്ടിട്ട് പോകാനുള്ള ഇത് തോന്നുന്നില്ല. പണ്ട് TVയുടെ സൈഡിൽ നിന്ന് കുറേ RP ഉണ്ടായിരുന്നു. ബട്ട് TVയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ RP കുറഞ്ഞു. ബ്രോ മെയിൻ റീസൺ ഞാൻ പറയട്ടെ. മെയിൻ റീസൺ എന്തോന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം സിറ്റിയിൽ നമുക്ക് ഗ്യാങ് RP ചെയ്യാനുള്ള സാധനങ്ങളും ഈ പറയണതുപോലെ ഇവൻ്റ് ഒന്നും സെറ്റ് ചെയ്യാനുള്ളത് ഇതുവരെ വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, വെളിയിൽ നിന്ന് ഒരുത്തനെയും സിറ്റുവേഷനിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പം. അതായത് വെളിയിൽ നിന്ന് ഒരുത്തനെ നമ്മൾ സിറ്റുവേഷനിൽ ഉൾപ്പെടുത്തിയ ആ സംസാരം പോയി അടിയാവും. അത് ഏതെങ്കിലും ഒരു ഗ്യാങ്ങിലും എന്തെങ്കിലും ഒരു നോർമൽ ഒരു തമാശ കാര്യം പോലും പറയാൻ പറ്റത്തില്ല. അതാണ് മെയിൻ ഒരു പ്രശ്നം. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നോക്കുന്നത്, ഞാനിപ്പോൾ മെയിനായിട്ട് ഞാൻ ഇപ്പോൾ കയറാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ പറയണത് പോലെ നോക്കുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ഇപ്പം TDM ടൂർണമെൻറ്റ് ഇതെല്ലാം നടക്കുമായിരുന്നു കേസ്. അപ്പോൾ അതും സരക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണ ഒരു കാര്യമല്ലേ. അപ്പോൾ അത് മര്യാദയ്ക്ക് നടക്കട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ നിന്നത്. എന്തായാലും നോക്കാം. ഇത് ഇനിയിപ്പം നല്ല രീതിയിൽ ഈ പറയണ പോലെ ഒരു സെറ്റ് സെർവർ എന്നുള്ള സാധനം നമുക്ക് ഇതുവരെ അടുത്ത് കിട്ടാൻ നല്ല ഇത് ചെയ്യാം. അപ്പോൾ സിറ്റി ചേഞ്ച് ചെയ്യാം. അങ്ങനെ സിറ്റി ചേഞ്ച് ചെയ്യാൻ കറണ്ട്ലി ഒരു ഓപ്ഷൻ ഇല്ല ബ്രോ. നമുക്ക് കറണ്ട്ലി ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതാണ് ദേവലോകം പോലെ പിസ്റ്റലുള്ളി ആക്കുകയാണെങ്കിൽ RP കുറച്ചുകൂടി നൈസ് ആവും. ബ്രോക്ക് തോന്നുന്നുണ്ടോ സിയോണിൽ പിസ്റ്റലുള്ളി മാത്രം നടക്കുമെന്ന്? അല്ലേ, നമ്മൾ AR അടിച്ചു പിടിച്ചിട്ട് പിസ്റ്റലുള്ളിലേക്ക് മാറലും ടാസ്ക് ആയിരിക്കും. അല്ല, AR അടിച്ചു ബ്രോ. ഇവിടെ എനിക്ക് ഇപ്പം ഒരു ഗൈസ് ഞാൻ ഇപ്പം പറയാം. ഇപ്പം എനിക്ക് ഗൺ പവർ ബേസിസിൽ എനിക്ക് TVയെ ഭയങ്കര ട്രസ്റ്റാണ്. എനിക്ക് ഗൺ പവർ ബേസിസിൽ ഞാൻ ഒരു കാര്യം പറയാം. പണ്ടത്തെ പോലെ ആവുക എന്ന് പറയുന്ന കാര്യം നടക്കത്തില്ല. നമുക്ക് ഇനി ഇവിടെ ഇതെങ്ങനെ വരുന്നോ അത് ഫേസ് ചെയ്ത് പോകാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ BGMI റീസ്റ്റാർട്ട് ചെയ്ത് കളിച്ചു തുടങ്ങിയാൽ പണ്ടത്തെ PUBGയുടെ വൈബ് കിട്ടുമോ? അത് കിട്ടത്തില്ല. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിക്കാൻ പഠിച്ചുകൊണ്ട് എല്ലാവരും എടുത്തു തല്ലും. ഇപ്പൊ അത് തന്നെയാണ് RPയിലും അത് തന്നെയാണ് മെയിൻ പ്രശ്നം. എല്ലാവരും ആ സമയത്ത് നിന്ന പോലല്ല. ഇപ്പൊ ഓരോരുത്തരും
പണ്ടെന്ന് പറഞ്ഞാല് കുറച്ച് എന്താ ചിരിയാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ഇന്റർഫിയർ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ എല്ലാവന്മാർക്കും ഈ പറയണത് പോലെ ഒന്നെങ്കിൽ നമ്മളെ അടിച്ചിടുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന് അടിക്കുക. അതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹവും അല്ലെങ്കിൽ ഇതെന്ന് പറയണത്. നമുക്ക് സെർവർ തുടങ്ങാം. അയ്യോ എന്തിനാടാ, ഞാനൊക്കെ സെർവർ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ടി വിയിലെ എല്ലാ പ്ലേയേഴ്സും ബാൻ കൊടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. സോളിഡ് റീസൺ ഇല്ലണ്ണ, എന്തൊക്കെയോ പേഴ്സണൽ ഈഗോ എന്ന്. ആർക്കാണ് എന്ത് പേഴ്സണൽ ഈഗോ? ബാബുനെ അറിഞ്ഞോടാ, നോക്കട്ടെ. അല്ലേ ഹിസ്റ്ററിന്ന് അണ്ണന്റെ തന്നെ ബുക്ക് ചെയ്തായിരിക്കും. ബാക്കടിക്കാൻ പേടിയോ കാണോ എനിക്ക്. ക്യാറ്റ് ഗേൾ ആര്? എന്തൊക്കെയാ പറയണേ? ജസ്റ്റ് ചാറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പൊ അണ്ണൻ അറിയാം. അല്ല ഞാനൊന്നും മിന്നായം പോലെ കണ്ട് എവിടെ ഒരെണ്ണം. കിക്കായോണ്ട് നമ്മളിപ്പോ കണ്ടെന്ന് വെച്ച് കുഴപ്പമില്ലല്ലോ. കോപ്പിറൈറ്റ് ഒന്നും ഇല്ല. ഇതാണ് ക്യാറ്റ് ഗേൾ. എടുക്കണ്ട, ഒന്ന് എടുത്ത് ജസ്റ്റ് കണ്ടിട്ട് പോവാ. അണ്ണ എടുക്ക്. പോടാ, വേറെന്തോ ചെയ്തോണ്ടിരിക്കണ പുള്ളിക്കാരി. അണ്ണൻ കണ്ണടച്ചിരി കുറച്ചു നേരം കൈ തട്ടി കൊണ്ടാ പോരെ. അതെവിടായിരുന്നു? അണ്ണൻ 18+ അല്ലേ അണ്ണാ? ഞാൻ 18+ ചാറ്റില് കൊച്ചുമുട്ടുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഞാൻ? കാണായിരുന്നു. കഴിവേറി. അയ്യോ, അത് അവർക്ക് സ്ക്രീനിൽ കാണത്തില്ല കേട്ടാ. ക്യാം മാറ്റി. നീ ഇത് കാണു നീ ഇത് കാണു. ക്യാം മാറ്റി. എന്തൊക്കെ കാണണം നിനക്ക്? ക്യാം മാറ്റാൻ കള്ള കഴിവേറി. ഞങ്ങളിപ്പോ അങ്ങോട്ട് നിർത്തുക. കിക്ക് 18+ ആണെണ്ണ. ക്രിക്ക് 18+ ആയിക്കോട്ടെ. എടാ ഞങ്ങളിപ്പോ അങ്ങോട്ട് നിർത്തുക. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ അടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇന്ന് അമ്മമാരെ അടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവന്മാരൊന്നും ഫുഡ് ഒന്നും കഴിച്ചില്ല. കഴിച്ചവന്മാർക്ക് എന്തെങ്കിലും ഫുഡ് എടുത്തു കൊടുക്കട്ടെ.